ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ദ രാജാസാബ് എന്ന മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിനും എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു മോർച്ചറി വാനാണ്. മോർച്ചറിയിലെ വാർഡനാകട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അനാഥമായി കിടന്നിരുന്ന ഒരു മൃതദേഹം സംസ്കരിച്ചിട്ട് അതിന്റെ അസ്ഥിയുമായിട്ട് ഫോറസ്റ്റ് ഏരിയയിലുള്ള ഒരു ചെറിയ ഹോട്ടലിലേക്ക് വരുന്നു. മരിച്ച വ്യക്തി ആരാണെന്നോ അയാളുടെ ബന്ധുക്കാർ ആരാണെന്നോ ഒന്നും തന്നെ ഇയാൾക്കറിയില്ല. ബന്ധുക്കാരെങ്ങാനും വരികയാണെങ്കിൽ ഈ അസ്ഥി കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങണം. മാത്രമല്ല, ഇയാളെ സംസ്കരിക്കുന്നതിന് മുമ്പ് ആ വൃദ്ധന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിലപ്പെട്ട പല വസ്തുക്കളും ഈ വാർഡിനെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു 500 രൂപയുണ്ടായിരുന്നു. ഇയാൾ ആ കാശ് നോക്കിക്കൊണ്ടിരിക്കെ അയാളുടെ കയ്യിൽ നിന്നും അത് പറന്ന് കാടിനുള്ളിലേക്ക് പോകുന്നു. കാശെടുക്കാൻ അയാൾ പിറകെ പോയി. അങ്ങനെ വഴിതെറ്റി അയാൾ ചെന്നെത്തുന്നതാകട്ടെ കാടിനുള്ളിൽ അടഞ്ഞു കിടക്കുന്ന ഒരു ബംഗ്ലാവിലേക്കാണ്. അതിനുള്ളിലേക്ക് കയറിയ അയാൾ ആശ്ചര്യത്തോടെ അതിനകമെല്ലാം നോക്കിയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു ആത്മാവ് വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഇയാൾ കുറച്ചു മുമ്പ് സംസ്കരിച്ച ആ വൃദ്ധന്റെ ആത്മാവായിരുന്നു. എന്റെ അനുവാദമില്ലാതെ എന്റെ സാധനങ്ങളൊക്കെ നീ എന്തിനാ എടുത്തേന്ന് ചോദിച്ചിട്ട് ഈ വാർഡനെ ആ ആത്മാവ് കുറെ ഉപദ്രവിക്കുകയും ആ ബംഗ്ലാവിൽ പൂട്ടിയിടുകയും ചെയ്തു. സീൻ അവിടെ കിട്ടായിട്ട് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ നായകനായ രാജുവിനെയാണ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവനാകട്ടെ തന്റെ ഗ്രാൻഡ്മയുടെ കൂടെയായിരുന്നു വളർന്നത്. ഗംഗാമ്മ എന്നാണ് അവന്റെ ഗ്രാൻഡ്മയുടെ പേര്. അവന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു അനിത. അൾഷിമേഴ്സ് രോഗമുള്ള അവന്റെ ഗ്രാൻഡ്മ പല കാര്യങ്ങളും മറന്നുപോകുമെങ്കിലും ആകെ അവരുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുള്ളത് രാജുവിന്റെ പേരും അവന്റെ ഗ്രാൻഡ്മയായ കനകരാജുവിന്റെ പേരുമാണ്. ഗംഗാമ്മ എപ്പോഴും രാജുവിനോട് പറയുമായിരുന്നു താനൊരു ജമീന്ദാരന്റെ മകളായിരുന്നു എന്ന്. ഒരു നാട് മുഴുവൻ ഭരിച്ചിരുന്നത് ഇവരുടെ കുടുംബക്കാരായിരുന്നു. കനകരാജു അന്ന് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഗംഗരാജു എന്ന് പറയുന്ന ഒരാളാകട്ടെ ഇവരെ ചതിക്കുകയും ഇവരുടെ സർവ്വ സ്വത്തുക്കളും എടുത്തിട്ട് അവിടെ നിന്നും കടന്നു കളയുകയും ചെയ്തു. ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ നാട്ടിലെ ദേവിയുടെ ആഭരണങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. ആ കള്ളനെ പിടികൂടിയിട്ടേ താൻ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് കനകരാജു അന്ന് പോയത്. അതിനുശേഷം കനകരാജു തിരിച്ചു വന്നിട്ടില്ല. എന്തെങ്കിലും ഒരിക്കൽ തന്റെ ഹസ്ബൻഡ് തിരിച്ചു വരുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു അവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയിരിക്കും ഒരു ദിവസം രാജുവിന്റെ ഒരു ഫ്രണ്ട് ആകട്ടെ അവനൊരു ഫംഗ്ഷന് പോയപ്പോ എടുത്ത കുറെ ഫോട്ടോസ് കാണിക്കുന്നു. റോഡിൽ വെച്ച് അവനെടുത്തൊരു ഫോട്ടോയുടെ ബാക്കിലായിട്ട് ഇവന്റെ ഗ്രാൻഡ്ബയായ കനകരാജുവും പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ അവൻ ഗംഗാമ്മയെ കാണിച്ചിട്ട് ഇത് തന്നെയാണോ എന്റെ ഗ്രാൻഡ്ബ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് അതേന്ന്. കനകരാജു എവിടെയാണെങ്കിലും അയാളെ കണ്ടെത്താൻ രാജു തീരുമാനിക്കുന്നു. ഈ ഫോട്ടോ അവന്റെ ഫ്രണ്ട് എടുത്തത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ്. അങ്ങനെ രാജു അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ഇവന്റെ അങ്കിളായ പോലീസുകാരനെ വിളിച്ച് സഹായം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മിസ്സിംഗ് കേസ് അന്വേഷിക്കാനായതുകൊണ്ട് തന്നെ ഒരു 5 ലക്ഷം രൂപയെങ്കിലും നീ ഇവിടെ കൊണ്ടുവന്ന് തന്റെ മേലുദ്യോഗസ്ഥന് കൊടുത്തെങ്കിൽ മാത്രമേ അയാൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് തരുമെന്നാണ് രാജുവിന്റെ അങ്കിള് രാജുവിനോട് പറയുന്നത്. അങ്ങനെ അവൻ അനിതയോടാണ് അത്രയും ക്യാഷ് കടം ചോദിക്കുന്നത്. അവളുടെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് അവൻ ഹൈദരാബാദിലേക്ക് പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവൻ സീനു എന്ന് പറയുന്ന തന്റെ ഒരു കൂട്ടുകാരന്റെ ഓട്ടോയിലാണ് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോകുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് അവൻ കുറെ കന്യാസ്ത്രീകളെ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേര് ബെസി എന്നായിരുന്നു. അവളുടെ കൂടെ അവൻ ചർച്ചിലേക്ക് പോയിട്ട് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഒരു കൊച്ചുകുട്ടി അവന്റെ അടുത്തുണ്ടായിരുന്നു. അവൻ ആ കൊച്ചുകുട്ടിയോട് പറയുന്നുണ്ട് എനിക്ക് ആ കാണുന്ന പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. എന്നാൽ ആ പെൺകുട്ടിയാകട്ടെ എല്ലാവരും കേക്ക് വിളിച്ചു പറയുന്നുണ്ട് ഈ ചേട്ടന് ആ ചേച്ചി ഇഷ്ടപ്പെട്ടു എന്ന്. അത് കേട്ട് ബെസ്സിയും അവനെ നോക്കുന്നു. അവൻ പെട്ടെന്ന് അവിടുന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. ആ സമയമാണ് മറ്റൊരു സ്ത്രീ അവനോട് പറയുന്നത് ഈ കൊച്ചു പെൺകുട്ടിക്ക് ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന്. അവൾക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. കുറേയധികം കാശ് ആ ഓപ്പറേഷന് ചെലവാകും. അത് കേട്ടതോടുകൂടി സങ്കടം തോന്നിയ രാജു ആകട്ടെ തന്റെ ഗ്രാൻഡ്ബയെ അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ 5 ലക്ഷം രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി കൊടുത്തു. ഇവന്റെ പേരും ഫോട്ടോയും ഒക്കെ വെച്ചിട്ട് പത്രത്തിൽ ഞങ്ങൾ ഇത് വലിയൊരു വാർത്തയായിട്ട് കൊടുക്കാമെന്ന് അവർ പറഞ്ഞെങ്കിലും അവൻ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ആ കുട്ടിയുടെ ഓപ്പറേഷൻ നന്നായിട്ട് നടത്തിയാൽ മതിയെന്ന്. ഈ സംഭവങ്ങളെല്ലാം ബെസ്സി അറിയുന്നു. അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് ബെസ്സിക്ക് തോന്നാൻ തുടങ്ങി. അനാഥയായതുകൊണ്ടാണ് ബെസ്സി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചത്. പക്ഷെ ഇവനെ പോലെ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ മുതൽ അവൾക്ക് അവനോടൊരു ചെറിയ പ്രണയമൊക്കെ തോന്നാൻ തുടങ്ങിയിരുന്നു. അവിടെ നിന്ന് നേരെ സ്റ്റേഷനിലെത്തിയ ശേഷം കയ്യിലുണ്ടായിരുന്ന 2 ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ട് തന്റെ മുത്തശ്ശനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. ഗംഗരാജു എന്ന് പറയുന്ന ആളാണ് തന്റെ ഗ്രാൻഡ്മയുടെ അടുത്ത് നിന്നും സ്വത്തുക്കളെല്ലാം തട്ടിക്കൊണ്ടുപോയത്. അയാളെ പിടിക്കാൻ വേണ്ടി കനകരാജു എന്ന് പറയുന്ന തന്റെ മുത്തച്ഛനും പോയതാണ്. പക്ഷെ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്ന്. അങ്ങനെ പോലീസുകാരോട് മുത്തശ്ശനെ അന്വേഷിക്കാൻ പറഞ്ഞ ശേഷം അവൻ വീണ്ടും ബെസ്സിയെ തിരക്കി വരുന്നുണ്ട്. പക്ഷെ ആ സമയമാണ് അവന്റെ കൂട്ടുകാരും മറ്റും പറയുന്നത് ബെസ്സി കന്യാസ്ത്രീയാവാൻ പോവല്ലേ, അപ്പൊ പിന്നെ അവൾ ഒരിക്കലും കല്യാണം കഴിക്കുകയോ പ്രണയിക്കുകയില്ല എന്ന്. അത് കാരണം അവൻ ആകെ വിഷമത്തിലായി. പിന്നീട് അവളുടെ പിറകെ പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ബെസ്സിയും കൂട്ടരും തങ്ങൾക്ക് സംഭാവനയായി കിട്ടിയ കാശെല്ലാമായിട്ട് കുട്ടിയുടെ ഓപ്പറേഷൻ നടത്താൻ പോകുന്നു. അവിടെ വെച്ച് രാജുവിന്റെ മുത്തശ്ശനെ അവൾ കാണുന്നുണ്ട്. ഒരുപാട് വലിയ ക്യൂ ആയതുകൊണ്ട് തന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് പകരം ഞാൻ ഇവിടെ നിന്ന് ക്യാഷ് അടച്ചോട്ടെ എന്ന് ചോദിച്ചതും അയാൾ പറയുന്നുണ്ട് ഞാൻ തന്നെ ഈ ക്യാഷ് അടച്ചുകൊള്ളാന്ന്. അത് വേണ്ട, ഞാൻ തന്നെ അടച്ചുകൊള്ളാന്ന് അവൾ പറഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവളെ അയാൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് അവളുടെ സമ്മതത്തോടു കൂടി തന്നെ ആ കാശ് വാങ്ങുന്നു. കുറച്ചു നിമിഷം എന്താ സംഭവിച്ചെന്ന് പോലും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീടാണ് അവൾക്ക് മനസ്സിലാകുന്നത് കാശ് നഷ്ടപ്പെട്ടു എന്ന്. അവൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ ഓൾറെഡി രാജുവിന്റെ മുത്തശ്ശന്റെ ഫോട്ടോ വെച്ചിട്ട് അവർ അന്വേഷണം നടത്തുകയായിരുന്നല്ലോ. ഇയാൾ തന്നെയാണ് തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തെന്ന് പറയുന്നു. അങ്ങനെ അവർ രാജുവിന്റെ നമ്പർ ഇവൾക്ക് കൊടുത്തിട്ട് രാജുവിനോട് നിങ്ങൾ
നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറയുകയാണ്. അവള് രാജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മുത്തശ്ശൻ എന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു എന്ന്. ആ സമയം രാജുവിന് അറിയില്ലായിരുന്നു താൻ സംസാരിക്കുന്നത് ബെസ്സിയോടാണെന്ന്. സംഭവങ്ങളൊക്കെ കേട്ടിട്ട് രാജു ആകെ കൺഫ്യൂഷനിലായി. മുത്തശ്ശൻ നല്ല ആളെന്നാണ് അവൻ വിചാരിച്ചത്. പാർട്ടിയോട് വിളിച്ചു ചോദിക്കുമ്പോഴും അവര് പറയുന്നത് ഒരിക്കലും നിന്റെ മുത്തശ്ശൻ ആരുടെയും കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കില്ല എന്നാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് ഭൈരവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നു. മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അവന്റെ മുത്തശ്ശന്റെ ഫോട്ടോ പലയിടങ്ങളിലും കണ്ടിട്ടാണ് അവൾ ഇവനെ തേടിയെത്തിയത്. നിങ്ങളുടെ മുത്തശ്ശന് എന്റെ മുത്തശ്ശൻ കുറെ കാശ് കൊടുക്കാനുണ്ട്, നിങ്ങളുടെ മുത്തശ്ശനെ എന്തെങ്കിലും നേരിട്ട് കാണുകയാണെങ്കിൽ ആ കാശ് ഡയറക്റ്റ് അയാളുടെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയുന്നു. മുത്തശ്ശന് കൊടുക്കാനുള്ള കാശ് എന്റെ കയ്യിൽ തന്നാൽ മതി എന്ന് രാജു പറഞ്ഞെങ്കിലും ഭൈരവി കേൾക്കുന്നില്ല. എനിക്ക് നിങ്ങളുടെ മുത്തശ്ശനെ നേരിട്ട് കാണണമെന്ന് തന്നെയാണ് അവള് പറയുന്നത്. അങ്ങനെ രാജുവിന്റെ മുത്തശ്ശനെ തേടിയുള്ള ആ യാത്രയിൽ ഭൈരവിയും അവരുടെ കൂടെ കൂടി. ഒരുമിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതോടുകൂടി ഭൈരവിക്ക് രാജു നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുകയും അവനോട് പ്രണയം തോന്നാൻ തുടങ്ങുകയും ചെയ്തു. മദ്യപിച്ച അവസ്ഥയിൽ രാജു അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ മുത്തശ്ശനെ അന്വേഷിച്ചുള്ള ഇവരുടെ യാത്രക്കിടയ്ക്ക് ഒരു ദിവസം രാജു ആകട്ടെ ഗംഗരാജുവിനെ യാദൃച്ഛികമായി കാണുന്നു. അവന്റെ മുത്തശ്ശിയുടെ പഴയ ആൽബത്തിൽ നിന്നും അവന് ഗംഗരാജുവിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അയാളെ കണ്ടപ്പോൾ തന്നെ അവൻ മനസ്സിലാക്കുകയും കയ്യോടെ അയാളെ പിടികൂടുകയും ചെയ്യുന്നു. നിങ്ങൾ കാരണമാണ് എന്റെ മുത്തശ്ശിക്ക് ഈ അവസ്ഥ വന്നതെന്ന് പറയുകയും തന്റെ ഗ്രാൻഡ് ബേ എവിടെയെന്ന് അവൻ ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് ഭൈരവി അവനെ തടഞ്ഞുകൊണ്ടുവന്ന് പറയുന്നത് ഇതെന്റെ മുത്തച്ഛനാണെന്ന്. ഗംഗരാജു തന്റെ ചെറുമകൾ ഭൈരവിയെ വിട്ട് രാജുവുമായിട്ട് കൂടുതലടുത്ത് അവനോട് സത്യങ്ങൾ തുറന്നു പറയാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനു മുൻപ് തന്നെ രാജു ഇയാളെ കയ്യോടെ പിടിച്ചു. പിടിക്കപ്പെട്ട സ്ഥിതിക്ക് അയാൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നും യഥാർത്ഥത്തിൽ കനകരാജ് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന്. ഇത്രയും കാലം രാജു വിചാരിച്ച പോലെ അവന്റെ മുത്തശ്ശൻ നല്ലവനൊന്നും ആയിരുന്നില്ല. അയാള് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നിന്റെ മുത്തശ്ശി ഒരു സാധാരണ സ്ത്രീയല്ലായിരുന്നുവെന്നും ഗംഗാദേവി എന്നായിരുന്നു അവരറിയപ്പെട്ടിരുന്നതെന്നും വലിയൊരു കൊട്ടാരത്തിലെ റാണിയെ പോലെ ജീവിച്ചിരുന്നവളായിരുന്നുവെന്നും പറയുന്നു. പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് പിച്ചെടുത്ത് നടന്നിരുന്ന കനകരാജു അവളെ കാണുകയും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിൽ കനകരാജു അവളുടെ കയ്യിൽ പിടിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന ഗംഗരാജു ആകട്ടെ അയാളെ ചവിട്ടി ദൂരേക്കെറിഞ്ഞു. എന്ത് ധൈര്യം കൊണ്ടിട്ടാണ് റാണിയുടെ കയ്യിൽ കയറി പിടിച്ചതെന്ന് ചോദിക്കുന്നു. ആ ദേഷ്യം കനകരാജുവിന്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു. ആരുടെ കയ്യിൽ പിടിച്ചതിന്റെ പേരിലാണോ താൻ അപമാനിക്കപ്പെട്ടത്, അവൾ തന്നെ സ്വീകരിച്ച് അവളുടെ മണിയറയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം വരുമെന്ന് അയാൾ ശപഥമെടുക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ കാട്ടിൽ താമസിച്ച് മന്ത്രവാദം ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ബൈരാഗി എന്ന് വിളിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയോട് തന്റെ ആവശ്യമെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ബൈരാഗി കനകരാജുവിനോട് പറയുന്നത് നീ ഭൂമിയെ നിന്റെ രക്തം കൊണ്ട് കഴുകണമെന്ന്. മറ്റൊന്നും ചിന്തിക്കാതെ കനകരാജു സ്വന്തം കൈവെട്ടി ആ ചോര ഭൂമിയിലേക്ക് ഒഴിക്കുന്നു. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവന്റെ ധൈര്യത്തിൽ സന്തോഷം തോന്നിയ ബൈരാഗിയാകട്ടെ ഒരുപാട് മന്ത്രവിദ്യകളും മറ്റും അവന് പഠിപ്പിച്ചു കൊടുക്കുകയും അവനെ ഒരു ദുഷ്ടശക്തിയാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്നിട്ട് ബൈരാഗി തന്റെ ശക്തി ഉപയോഗിച്ച് മുറിഞ്ഞുപോയ അവന്റെ കൈ തിരിച്ചു പിടിപ്പിക്കുകയും ചെയ്തു. റാണിയെ തന്റെ പക്ഷത്താക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുക്കാൻ ഒരു പ്രസാദം തയ്യാറാക്കി. അത് കഴിച്ചു കഴിഞ്ഞാൽ ഗംഗാദേവി കനകരാജുവിനെ വിവാഹം കഴിക്കും. അങ്ങനെ അന്ന് രാത്രി അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. കാവൽക്കാരെയെല്ലാം അയാളുടെ ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയിട്ട് നേരെ ഗംഗയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് ഈ പ്രസാദം കഴിക്കാൻ പറയുന്നു. കനകരാജുവിന്റെ മന്ത്രവിദ്യയിൽ പെട്ടുപോയ ഗംഗാദേവിയാകട്ടെ അയാളുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിക്കഴിച്ചതും പിന്നീട് കനകരാജു പറയുന്ന എന്തും ചെയ്യുന്ന ഒരു സ്ത്രീയായി മാറി ഗംഗ. അങ്ങനെ ഗംഗ തന്നെ കനകരാജുവിനെ വിവാഹം കഴിക്കുകയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആദ്യമൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ആളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കനകരാജു. അവർക്കൊരു മകനും ജനിച്ചു. അതിനിടയിൽ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിലവറയുടെ താക്കോൽ എല്ലാരും കാണെ ഗംഗരാജുവിന്റെ കയ്യിൽ കനകരാജു കൊടുക്കുന്നു. എന്നിട്ട് അവരെയെല്ലാം പറ്റിച്ചുകൊണ്ട് കനകരാജു തന്നെ അവിടുത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചുമാറ്റിയിട്ട് അത് ഗംഗരാജുവാണ് എടുത്തുകൊണ്ടുപോയതെന്ന് പറഞ്ഞു ബലപ്പിക്കുന്നു. ആ ഗംഗരാജുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും പറയുന്നു. പക്ഷെ പിന്നീടാണ് ആൾക്കാർക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. അതോടുകൂടി കൊട്ടാരത്തിലെ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് അതിവിടെ തെറ്റുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന്. അവളെ അവളുടെ മകനെയും അവിടെ നിന്നും അടിച്ചു പുറത്താക്കി. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അവൾ അവളുടെ മകനെ വളർത്തി വലുതാക്കിയത്. മകൻ വിവാഹം കഴിച്ച് ചെറുമകൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഗംഗാദേവിക്ക് തന്റെ മകനെ മരുമകളെ നഷ്ടപ്പെട്ടു. പിന്നീട് തന്റെ ചെറുമകനായ രാജുവിനെ ഗംഗാദേവി തന്നെയാണ് വളർത്തിയത്. ഈ സത്യങ്ങളെല്ലാം കേട്ടതോടുകൂടി രാജു ആകെ തകർന്നിരിക്കുകയാണ്. ഇപ്പോഴും തന്റെ ഗ്രാൻഡ്മ വിചാരിച്ചിരിക്കുന്നത് കനകരാജു നല്ല ആളാണെന്നും മുത്തശ്ശൻ സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ പോയിരിക്കുകയാണെന്നുമാണ്. എന്താണെങ്കിലും ആ ദുഷ്ടനെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളു കാര്യമെന്ന് കരുതിയിട്ട് രാജു കനകരാജു എവിടെ ഉണ്ടാകുമെന്ന് ഗംഗരാജുവിനോട് ചോദിച്ചതും അയാൾ പറയുന്നുണ്ട് കാട്ടിലുള്ളൊരു ബംഗ്ലാവിന്റെ അടുത്ത് അയാളെ കണ്ടതായിട്ട് പലരും പറഞ്ഞു കേട്ടു, അവിടെ ഒന്ന് പോയി അന്വേഷിക്കണമെന്ന്. തൽക്കാലം ഗംഗരാജുവിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവരെല്ലാവരും ചേർന്നിട്ട് ആ കാട്ടിലുള്ള ബംഗ്ലാവിലേക്ക് പോകുന്നു. അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞതും ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെ പല സാധനങ്ങളും അവിടെ ഇരിക്കുന്നവർ കാണുന്നുണ്ട്. കുറച്ചുനേരം അതിലേക്ക് നോക്കിയപ്പോൾ തന്നെ അവർക്ക് തല കറങ്ങുന്ന പോലെ അവരവിടെയെല്ലാം പരിശോധിക്കുമ്പോൾ കനകരാജു ആ കൊട്ടാരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ എല്ലാ ആഭരണങ്ങളും സ്വർണങ്ങളും എല്ലാം അവിടെ തന്നെ ഒരു നിലവറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അവിടുത്തെ അമ്പലത്തിലെ ദേവിയുടെ ആഭരണങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു മോർച്ചറി വാർഡനില്ലേ, അയാളെ അവിടെ ആ ആത്മാവ് ബന്ധിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നില്ലേ. ഈ നിലവറ തുറന്നതോടുകൂടി അയാൾ ഫ്രീ ആയിട്ട് ഇവർക്കിടയിലേക്ക് ഓടി വന്ന് പറയുന്നുണ്ട് നിങ്ങളാരും ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം.
പോകണമെന്ന്. ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് രാജു അവനോട് ചോദിക്കുമ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. ആ മരിച്ചുപോയ ആളുടെ ആത്മാവാണ് ഇപ്പോൾ ഉള്ളത്. അതോടുകൂടി രാജുവിന് മനസ്സിലായി താൻ അന്വേഷിച്ചു വന്ന കനകരാജു എന്ന് പറയുന്ന തന്റെ അപ്പൂപ്പൻ മരിച്ചുവെന്നും അയാൾ ആത്മാവായിട്ട് ഈ സ്വത്തിനെല്ലാം കാവലിരിക്കുകയാണെന്നും എന്നാൽ ഇതെല്ലാം എന്റെ ഗ്രാൻഡ്മയുടെ സ്വത്താണെന്നും ഇത് ഞാൻ കൊണ്ടുപോകുമെന്നും രാജു പറയുമ്പോൾ ആ ആത്മാവ് അവനൊരു വാണിംഗ് കൊടുക്കുന്നു. ഒരു കാരണവശാലും നിനക്ക് ഇതിവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആത്മാവിനെ കണ്ടൊന്നും തന്നെ അവൻ പേടിച്ചില്ല. പക്ഷെ ആത്മാവ് അവനോട് പറയുന്നുണ്ട്, നീയായിട്ട് ഇവിടെ എത്തിയതല്ല എന്നും നിന്നെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നും. അവന്റെ ഗ്രാൻഡ്മയുടെ സ്വപ്നത്തിലെല്ലാം തന്നെ ഈ കനകരാജു വന്നിട്ട് പറയുമായിരുന്നു, ഞാൻ എവിടെയോ ജീവനോടെ ഉണ്ടെന്നും എന്നെ അന്വേഷിച്ചു വരണമെന്നും. അതുകൊണ്ടാണ് ഗംഗാമ്മ എപ്പോഴും കനകരാജുവിനെ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത്രയും പറഞ്ഞിട്ട് ആത്മാവ് അവിടെ നിന്നും പോയി. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഇവരെല്ലാവരും ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ആ വാതിലുകളെല്ലാം തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ആ വാർഡൻ പറയുന്നുണ്ട്, ഒരു മായാലോകമാണെന്ന്, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വാതിലുകളൊക്കെ എപ്പോ പ്രത്യക്ഷപ്പെടണം എപ്പോ അപ്രത്യക്ഷമാകണമെന്ന് കനകരാജുവാണ് തീരുമാനിക്കുന്നത്. പിൻവാതിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവിടെ വലിയൊരു കാടായിട്ടാണ് കാണിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും പെട്ടെന്നൊരു ട്രെയിൻ ഇവരുടെ മുന്നിലൂടെ പോകുന്നു. ഇതെല്ലാം കനകരാജുവിന്റെ മായാവിദ്യയായിരുന്നു. അവർ ശരിക്കും ആ ഒരു ബംഗ്ലാവിൽ ലോക്കായി. അവർക്ക് പുറത്ത് കിടക്കണമെങ്കിൽ കനകരാജു തന്നെ വിചാരിക്കണം. കനകരാജുവിന്റെ ആത്മാവ് വീണ്ടും ഗംഗാമ്മയുടെ സ്വപ്നത്തിൽ വന്ന് അവരോട് പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കാട്ടിൽ കിടക്കുകയാണ്. വരുന്ന അമാവാസി ദിനത്തില് നീ കാട്ടിലേക്ക് വരണമെന്ന്. അത് കേട്ട് പേടിച്ച് ഞെട്ടിയുണർന്ന അവരാകട്ടെ രാജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്റെ സ്വപ്നത്തിൽ വന്നു. മുത്തശ്ശൻ ഇപ്പോഴും എവിടെയോ ഉണ്ട്. എത്രയും പെട്ടെന്ന് മുത്തശ്ശനെ കണ്ടുപിടിക്കണമെന്ന്. ഇതെല്ലാം കനകരാജുവിന്റെ ആത്മാവിന്റെ കളിയാണെന്ന് രാജുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വീണ്ടും അവർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കാണുന്നതാകട്ടെ പുറകിൽ ഇത്തവണ ട്രെയിന് പകരം ഒരു ശ്മശാനമായിരുന്നു. ആ ശ്മശാനത്തിൽ ഒരു ചിതയും എരിയുന്നുണ്ട്. ആ വാടം പറയുന്നുണ്ട്, ഇത് നിന്റെ അപ്പൂപ്പനെ എരിച്ച അതേ ശ്മശാനം തന്നെയാണെന്ന്. കത്തിക്കൊണ്ടിരുന്ന ഡെഡ് ബോഡി എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വരുന്ന കണ്ടതും ഇവരെല്ലാവരും പേടിച്ച് അവിടെ നിന്ന് ഓടി. അവൻ ഓരോ വിദ്യകൾ കാട്ടി ഓരോ തവണയും ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് കനകരാജു തടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെ തേടി ബസ്സി എവിടേക്ക് വരുന്നു. നീ ഇങ്ങനെ ഇവിടെ വന്നതെന്ന് രാജു അവളോട് ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട്, ഓപ്പറേഷന് വേണ്ടി കുട്ടിക്ക് വെച്ചിരുന്ന തുക ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിന്റെ മുത്തശ്ശനാണോ അടിച്ചുമാറ്റിക്കൊണ്ടു പോയതെന്ന് അവള് ചോദിക്കുന്നു. ഫോണിലൂടെ സംസാരിച്ചിരുന്നു എന്നതല്ലാതെ ഇവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. തന്റെ മുത്തശ്ശൻ ഇവളെയാണ് പറ്റിച്ചതെന്ന് അപ്പോഴാണ് രാജുവിന് മനസ്സിലാകുന്നത്. ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവൻ കൊടുത്ത തുക തന്നെയായിരുന്നു ഇവളെ പറ്റിച്ച് അവന്റെ മുത്തശ്ശൻ അടിച്ചു മാറ്റിയത്. അയാൾക്ക് പണത്തിനോട് അത്രയ്ക്ക് ആർത്തിയായിരുന്നു. നീ ഒരു കന്യാസ്ത്രീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഞാൻ കന്യാസ്ത്രീയൊന്നും ആയിട്ടില്ല, കന്യാസ്ത്രീ ആകാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണെന്ന്. അപ്പൊ നിനക്ക് പ്രണയിക്കാനും വിവാഹം കഴിക്കാനൊക്കെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ താനിതവനെ കന്യാസ്ത്രീ ആകാത്തത് കൊണ്ട് അതൊക്കെ നടക്കുമെന്ന് പറയുന്നു. കന്യാസ്ത്രീ ആകാനുള്ള പ്ലാനൊക്കെ വിട്ടിട്ട് ഇവനെ പ്രണയിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ ആ സമയം ഭൈരവി അവിടെ കണ്ടതും ഇവൾ ആരാണെന്ന് ചോദിക്കുന്നു. അവൾ എന്റെ ഫ്രണ്ടാണെന്നാണ് രാജു പറയുന്നത്. എന്നാൽ ഭൈരവിയെ സംബന്ധിച്ച് അവളും രാജുവിനെ സ്നേഹിക്കുന്നുണ്ട്. രാജുവിനാകട്ടെ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നുന്നത് ബെസിയോടുമാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു ലവ് ട്രയാങ്കിൾ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ മുത്തശ്ശനെ കണ്ടിട്ടേ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ബെസി ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ രാജു പറയുന്നുണ്ട്, അയാളൊക്കെ മരിച്ചുപോയി, ഇവിടെ ഇപ്പോൾ ആത്മാവായിട്ടുണ്ടെന്ന്. അവൾ ആദ്യം ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ആ നിലവറയ്ക്കുള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിലായിട്ട് ആത്മാവിനെ കണ്ട് അവൾ ശരിക്കും പേടിച്ചു. ഓൾറെഡി ഇവരെല്ലാം ഇവിടെ പെട്ടുകിടക്കുകയാണ്. ആ കൂട്ടത്തില് ബെസിയും ബെസിയുടെ കൂടെ വന്നൊരാളും ഇവിടെ ട്രാപ്പിലായി. ഈ ആത്മാവിനെ കൊണ്ടുള്ള ശല്യവും പോരാഞ്ഞിട്ട് ബെസിയുടെയും ഭൈരവിയുടെ ഇടയിൽ കിടന്ന് രാജു നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇവന്റെ മുത്തശ്ശൻ ആ കനകരാജുവിന്റെ ആത്മാവ് ഇവന്റെ ശരീരത്തിൽ കയറി ഇവന്റെ ഗ്രാൻഡ്മയുടെ കോള് വന്നപ്പോൾ ഗ്രാൻഡ്മയോട് പറയുന്നുണ്ട്, ഗ്രാൻഡ്മ സ്വപ്നം കണ്ടത് ശരിയാണെന്നും മുത്തശ്ശൻ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ കിടക്കുകയാണെന്നും. ഈ വാർത്ത കേട്ട് അവരാകെ തകർന്നുപോയി. സ്വബോധം തിരിച്ചു കിട്ടിയപ്പോഴാണ് രാജുവിന് മനസ്സിലാകുന്നത് തന്റെ ശരീരത്തിൽ കയറിയിരുന്ന് മുത്തശ്ശന്റെ ആത്മാവ് ഗ്രാൻഡ്മയെ ശരിക്കും മാനസികമായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. രാജു അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ മനസ്സിൽ മുഴുവൻ ആകെ ടെൻഷനായിരുന്നു. അവരുടെ ഹസ്ബൻഡ് കനകരാജുവിന് എന്തെങ്കിലും സംഭവിച്ചുവെന്ന്. കാരണം അയാൾ ഇപ്പോഴും നല്ലവനാണെന്ന് തന്നെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ബെസി തനിക്ക് അറിയാവുന്ന വേദങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് അറിവുള്ള ഡോക്ടർ പത്മഭൂഷൺ എന്ന് പറയുന്ന ഒരാളെ ഇവിടേക്ക് വിളിക്കുന്നു. അയാൾ ഇവിടേക്ക് എത്തി ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജുവിനോട് പറയുന്നുണ്ട്, ഈ ആത്മാവിനെ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. ഇവിടെ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം മനുഷ്യനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതാണ്. ആ ആത്മാവ് എന്തോ ഒരു പ്ലാനിങ്ങിലാണ്. മന്ത്രത്തകിടുകളെ ബന്ധിപ്പിക്കപ്പെട്ട ഒരു റൂമുണ്ട് അവിടെ. അതിന് പിന്നിലായിട്ടാണ് ആ ആത്മാവ് പല മന്ത്രവാദങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കനകരാജ് വെറും ഒരു മന്ത്രവാദി മാത്രമല്ല, എക്സോസിസ്റ്റും സൈക്കാട്രിസ്റ്റും ഹിപ്നോട്ടിസ്റ്റും ഒക്കെയാണ്. ഈ കഴിവുകളെല്ലാം ഉപയോഗിച്ചാണ് അയാൾ എല്ലാവരെയും തന്റെ വരുതിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ബംഗ്ലാവിലുള്ള സാധനങ്ങളും പെയിന്റിങ്സും എല്ലാം തന്നെ മനുഷ്യന്റെ മനസ്സിനെ ഹിപ്നോട്ടൈസ് ചെയ്യും. അവൻ മൈൻഡ് ഗെയിമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് രാജു ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, രക്ഷപ്പെടാനുള്ള ഒരേ വഴി സെൽഫ് ഹിപ്നോട്ടൈസുമാണ്. മറ്റൊരു പാരലൽ വേൾഡിൽ പോയിട്ട് അവനുമായിട്ട് നീ ഫൈറ്റ് ചെയ്യണം, അല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്നും നടക്കില്ല. അതെന്താണെന്ന് രാജുവിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ അവനെ തൽക്കാലം ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. ആ സമയം അവൻ എവിടെ പോകാനാണോ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തെ പറ്റി കൂടുതൽ നേരം ആലോചിക്കാൻ പറയുന്നു. അവൻ കടൽ തീരമാണ് ആലോചിക്കുന്നത്. ആ സമയം അവൻ പെട്ടെന്ന് ഹിപ്നോട്ടിസത്തിലൂടെ കടൽ തീരത്ത് എത്തുകയും കടൽ വെള്ളത്തെ സ്പർശിക്കുന്ന പോലെ അവന് തോന്നുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം അവന്റെ മൈൻഡിലേക്ക് കനകരാജുവിന്റെ ഓർമ്മകൾ പെട്ടെന്ന് കയറി വരികയും കനകരാജുവിന്റെ ആ ലോകത്തിലേക്ക് അവൻ
പോവുകയും ചെയ്യുന്നു. ആ കുറച്ച് ടൈമിനുള്ളിൽ അവൻ കാണുന്നത് കനകരാജു 3 പേരുടെ തലയർത്ത് ഒരു കിണറിനുള്ളിൽ അവരെ കെട്ടിത്തൂക്കിയിടുന്നതാണ്. ആ ലോകത്ത് അവൻ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പത്മഭൂഷൺ അവനെ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും അവൻ പറയുന്നുണ്ട് താൻ കണ്ട കാര്യങ്ങളൊക്കെ റിയൽ ആയിട്ടാ തനിക്ക് തോന്നിയതെന്ന്. അതുപോലൊരു കിണർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങനൊരു കിണർ ഈ ബംഗ്ലാവിലുണ്ടെന്ന്. പത്മഭൂഷണെ രാജു ആ കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഉണ്ടായിരുന്ന കയർ അവർ മുകളിലേക്ക് ഉയർത്തിയതും അവൻ പറഞ്ഞ പോലെ തലയർത്ത 3 ജഡങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവൻ കണ്ട കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് അതോടെ ബോധ്യമായി. ഈ ആത്മാവിനെ തളയ്ക്കണമെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ശക്തിയെ നീ ഉണർത്തണമെന്നാണ് പത്മഭൂഷൺ രാജുവിനോട് പറയുന്നത്. നമ്മുടെ ശരീരത്തില് സഹസ്ര ചക്രങ്ങളുണ്ട്. ഇതെല്ലാം എനർജി സെന്റേഴ്സ് ആണ്. ഇവൾ എനർജി നശിപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആ എനർജിയെ നമ്മൾ ഉണർത്തണം. അങ്ങനെ ഒരുപാട് ശക്തികളെ താണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതും ഇവിടെ ജീവിക്കുന്നതും. അതുപോലെ ഇനിയും ആ ഈവിൾ എനർജി നശിപ്പിക്കണമെങ്കിൽ ആ സഹസ്ര ചക്രങ്ങളെ ഉണർത്തുകയും അതിലൂടെ നിന്റെ മുത്തശ്ശനെ ഇല്ലാതാക്കുകയും വേണം. ആ ചക്രങ്ങളെ എങ്ങനെ ഉണർത്തുമെന്ന് ചോദിക്കുമ്പോൾ പത്മഭൂഷൺ പറയുന്നുണ്ട് അതെല്ലാം ഇമോഷൻസിലൂടെയാണ് ഉണരുന്നത്. നിന്റെ ദേഷ്യം, സ്നേഹം, വിഷമം അങ്ങനെ ഇമോഷൻസ് എല്ലാം ഒരുമിച്ച് വരുന്നൊരു സമയമുണ്ടാകും. ആ സമയം നിന്റെ ഉള്ള സഹസ്ര ചക്രങ്ങൾ ഉണരും. കനകരാജുവിനെ തോൽപ്പിക്കാനുള്ള വഴികൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കെ കനകരാജുവിന്റെ ആത്മാവ് വന്ന് പത്മഭൂഷണെ ഉപദ്രവിക്കുകയും അവിടെ നിന്നും പുറത്തേക്കെടുത്ത് എറിയുകയും ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അയാൾ അവന് നൽകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആത്മാവ് അങ്ങനെ ചെയ്തത്. പത്മഭൂഷൺ അവിടെ നിന്നും പോയി. എന്നാലും അയാൾ പറഞ്ഞുകൊടുത്ത ഐഡിയ ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു ലോകത്താണെന്ന് സങ്കല്പിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അവർ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് രാജുവിന്റെ കളിക്കൂട്ടുകാരി അനിത അവിടേക്ക് വരുന്നത്. ഇത്രയും ദിവസമായിട്ട് അവൻ പോയിട്ടും തിരിച്ചു വരാത്തത് കാരണം അവനെ അന്വേഷിച്ചു വന്നതാണ്. അത് മാത്രമല്ല തന്റെ മനസ്സിൽ കുട്ടിക്കാലം മുതൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്രണയവും അവൾ തുറന്നു പറയുന്നു. ഇത്രയും ദിവസം അവന് ഭൈരവിയും ബസിയും സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ദേ അനിതയും വന്നിരിക്കുന്നു. ഈ 3 പേരുടെ ഇടയിൽ കിടന്ന് രാജുവിന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടേക്ക് കുറെ ആളുകൾ വരുന്നു. അവരെല്ലാവരും ചേർന്ന് രാജുവിനെയും കൂട്ടരെയും പിടിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുമ്പോഴാണ് അവര് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ ഇവരുടെ കൂട്ടത്തിലെ 3 കള്ളന്മാർ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നുവെന്ന്. ആ കള്ളന്മാരെയാണ് കനകരാജുവിന്റെ ആത്മാവ് നേരത്തെ തലയറുത്ത് കൊന്നത്. ഞങ്ങളുടെ ആൾക്കാരെ കനകരാജു കൊന്നത് കാരണം കനകരാജുവിന്റെ ബന്ധുക്കാരായ നിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവർ രാജുവിനെയും കൂട്ടരെയും ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇവരെയൊന്നും എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രാജു ആകട്ടെ തകടുകളാൽ പൂട്ടിയിട്ടിരുന്ന ആ റൂം തകർത്ത് അതിനുള്ളിലേക്ക് കയറി. അവിടെ കനകരാജുവിന്റെ ആത്മാവ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആത്മാവ് പെട്ടെന്ന് രാജുവിന്റെ ശരീരത്തിലേക്ക് കയറുകയും ആ ആത്മാവിന്റെ സഹായത്തോടു കൂടി തന്നെ അവിടെ വന്നിരുന്ന എല്ലാവരെയും രാജു ഇല്ലാതാക്കുകയും ചെയ്തു. കനകരാജുവിനെ സംബന്ധിച്ച് അത് അയാളുടെയും ശത്രുക്കളായിരുന്നു. കാരണം ഇവിടുത്തെ പണം മോഷ്ടിക്കാനാണ് വന്നത്. അതുകൊണ്ട് അവരെയെല്ലാം തന്നെ ആ ആത്മാവ് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ആ ആത്മാവ് രാജുവിന്റെ ശരീരത്തിൽ നിന്നും പോവുകയും ചെയ്തു. നീ എന്തിനു ഇത്രയും വലിയ റിസ്ക് എടുത്തതെന്ന് അവർ ചോദിച്ചെങ്കിലും നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ എനിക്ക് വേറെ വഴി കണ്ടില്ല. അതുകൊണ്ട് ആ ആത്മാവിനെ സ്വന്തം ശരീരത്തിലേക്ക് കയറാൻ ഞാൻ അനുവദിച്ചതെന്ന് അവൻ പറയുന്നു. അന്ന് രാത്രി എല്ലാവരും പോയി കിടന്നുറങ്ങി. പക്ഷെ ആ രാത്രിയില് കനകരാജുവിന്റെ ആത്മാവാകട്ടെ രാജുവിന്റെ സൗണ്ടില് ഗംഗരാജുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിയെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്നും ഞാൻ എന്റെ മുത്തശ്ശനെ കണ്ടുപിടിച്ചു. മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയിൽ അയാൾ കിടക്കുകയാണെന്നും അവസാനമായിട്ട് അയാൾക്ക് എന്റെ മുത്തശ്ശിയെ കാണണമെന്ന് പറഞ്ഞെന്നും. ഗംഗരാജു ഇതെല്ലാം വിശ്വസിക്കുന്നു. കാരണം രാജുവിന്റെ വോയിസിലാണ് കനകരാജുവിന്റെ ആത്മാവ് ഇതെല്ലാം പറയുന്നത്. അയാൾ ഈ കാര്യങ്ങളെല്ലാം പോയി ഗംഗാമ്മയോട് പറയുകയും ചെയ്തു. തന്റെ ഹസ്ബൻഡ് മരണക്കിടക്കിൽ കിടക്കുകയാണെന്നറിഞ്ഞ് അവർ തളർന്നു വീഴുന്നു. അവരെ ഹോസ്പിറ്റലാക്കിയ ശേഷം ഗംഗരാജ് ഈ വിവരങ്ങളെല്ലാം രാജുവിനെ വിളിച്ച് പറയുന്നു. നീ പറഞ്ഞ പോലെ ഞാൻ മുത്തശ്ശിയോട് പോയി പറഞ്ഞതാണ്. പക്ഷെ അവർ ആ കാര്യങ്ങൾ കേട്ടോടനെ കൊഴിഞ്ഞു വീണുവെന്ന്. എന്നാൽ താൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെന്നും താൻ ഫോൺ ചെയ്തിട്ടില്ലെന്നും രാജു പറയുന്നു. ഇതെല്ലാം കനകരാജുവിന്റെ ആത്മാവിന്റെ കളിയാണെന്ന് അവൻ ഒരു നിമിഷം കൊണ്ട് മനസ്സിലായി. മുത്തശ്ശി ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായതോടുകൂടി അവൻ ആകെ സങ്കടത്തില് പെട്ടെന്ന് അവിടെ നിന്നും വണ്ടിയെടുത്ത് പുറത്തു കിടക്കുകയും ഹോസ്പിറ്റലിലെത്തി ഡോക്ടേഴ്സിനോടും തന്റെ ആന്റിയോടും മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവരാരും അവൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷമാണ് അവന് മനസ്സിലാകുന്നത് ഇതെല്ലാം ഒരു മായയാണെന്ന്. അതായത് അവന് ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കില്ല. പക്ഷെ അവനിപ്പോൾ കാർ എടുത്ത് പുറത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം തന്നെ കനകരാജുവിന്റെ ആത്മാവിന്റെ കളിയായിരുന്നു. ഇപ്പോൾ ഈ ബംഗ്ലാവിൽ തന്നെയാണ് നിൽക്കുന്നത്. നിന്റെ മനസ്സ് മാത്രമേ അവിടേക്ക് പോയിട്ടുള്ളൂ എന്നാണ് അയാൾ പറയുന്നത്. ദേഷ്യം വന്ന രാജു ആകട്ടെ അവിടെ കനകരാജു ശേഖരിച്ചു വെച്ചിരുന്ന ആ സമ്പത്ത് മുഴുവൻ കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കനകരാജു പെട്ടെന്ന് അവനോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ സ്വത്തുക്കളല്ലാന്നും നിന്റെ മുത്തശ്ശിയുടെ ശരീരമാണെന്നും. പെട്ടെന്ന് അവൻ വീണ്ടും നോക്കുമ്പോൾ താൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. താൻ നോട്ടുകൾക്ക് തീയിടുകയാണെന്ന് വിചാരിച്ചിട്ട് തന്റെ മുത്തശ്ശിയുടെ കാലിലാണ് തീയിട്ടിരിക്കുന്നത്. അവൻ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് മിഥ്യ? അതിന്റെ ഇടയിൽ അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. സമയം പത്മഭൂഷൺ പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരുന്നു. കനകരാജുവിന്റെ ആത്മാവിനെ നേരിടണമെങ്കിൽ നീ മറ്റൊരു പാരലൽ വേൾഡിലേക്ക് പോകണം. ഗംഗരാജു പറഞ്ഞ പ്രകാരം തന്റെ മുത്തശ്ശി ഗംഗാദേവിയായിരുന്നു. അവരുടെ ലോകത്ത് അവർക്ക് ഒരുപാട് പവർ ഉണ്ടായിരുന്നു. ആ ലോകത്തെത്തി കനകരാജുവിനെ നശിപ്പിക്കാനായിരുന്നു രാജുവിന്റെ ശ്രമം. അവൻ തന്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സെൽഫ് ഹിപ്നോട്ടൈസ് ചെയ്ത് ആ ലോകത്തേക്ക് എത്തുകയും അവിടെ വെച്ച് കനകരാജുവിന്റെ ആത്മാവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ശരിക്കും കനകരാജുവിന്റെ ആത്മാവിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും രാജുവിന്റെ മുത്തശ്ശി ഗംഗയെ കൊല്ലണമെന്നായിരുന്നു. കാരണം മരണശേഷം കനകരാജുവിന്റെ ആത്മാവ് ആ മന്ത്രശക്തികളുടെ അടുത്ത് എത്തുകയും
കൊടുക്കുകയും തനിക്ക് വീണ്ടും പുനർജന്മം എടുക്കണമെന്നും തന്റെ സ്വത്തുക്കളെല്ലാം തനിക്ക് അനുഭവിക്കണമെന്ന് പറയുകയും ചെയ്തു. പുനർജന്മം എടുത്തു കഴിഞ്ഞാൽ 6-ാം വയസ്സിൽ ഈ സ്വത്തുക്കൾ അയാൾ കണ്ടെത്തുകയും അതിനുശേഷം ഒരു രാജാവിനെ പോലെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് ആ മന്ത്രശക്തികൾ ഇയാളോട് പറയുകയും ചെയ്തു. പക്ഷെ അതിനു വേണ്ടിയിട്ട് അയാളുടെ ഭാര്യയെ കൊല്ലണമായിരുന്നു. ഗംഗാദേവി മരിക്കണം, അതും അമാവാസി നാളില്. പല മന്ത്രക്രിയകളും ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അതിനു വേണ്ടിയിട്ടാണ് അവരോട് കാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതും. പക്ഷെ അതിനൊക്കെ മുൻപേ തന്നെ രാജു ഇയാൾക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. അവനൊരു പാരലൽ വേൾഡിൽ നിന്നിട്ടാണല്ലോ ഈ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് അവനെ നശിപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അത് കാരണം ആ മന്ത്രശക്തികളുടെ സഹായം കൂടി കനകരാജുവിന്റെ ആത്മാവ് സ്വീകരിക്കുകയും ശക്തികളെല്ലാം ഉപയോഗിച്ച് രാജുവിനെ നേരിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരുപാട് നേരിട്ട് പോരാട്ടത്തിനൊടുവില് പത്മഭൂഷൺ പറഞ്ഞ പോലെ തന്റെ ശരീരത്തിലെ സഹസ്ര ചക്രങ്ങളും രാജുവിന് ഉണർത്താൻ കഴിഞ്ഞു. ശക്തികളുടെ സഹായത്തോടുകൂടി അവൻ കനകരാജുവിന്റെ ആത്മാവിനെ ഇല്ലാതാക്കുകയും പഴയ ലോകത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീട് അവൻ ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തു കടക്കുകയും മുത്തശ്ശിയോടൊപ്പം സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അവന്റെ മൈൻഡ് അവിടെ നിന്നും ഒരു സർക്കസ് നടക്കുന്നിടത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ ഒരു ജോക്കർ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ജോക്കറിന്റെ മുഖം കണ്ട് അവൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാരണം ആ ജോക്കറിന് രാജുവിന്റെ അതേ മുഖം തന്നെയായിരുന്നു. ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.